വിമതശല്യത്തിൽ കുരുങ്ങി യു.ഡി.എഫ്. കോഴിക്കോട് കുന്നുമ്മൽ ബ്ലോക്ക് കുറ്റ്യാടി ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥിയായി കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മനോജ് ചാലക്കണ്ടി മത്സരരംഗത്ത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗുരുതര പിഴവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി യു.ഡി.എഫിനുണ്ടാക്കുമെന്ന് മനോജ് പറഞ്ഞു. കോഴിക്കോട് കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിൽ കുറ്റ്യാടി ഡിവിഷനിൽ യു.ഡി.എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റും നിലവിൽ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ കോരങ്ങോട് മൊയ്തുവാണ്. KPCCയുടെ തീരുമാനപ്രകാരം അതാത് ബ്ലോക്ക് ഡിവിഷനിലുള്ള ആളുകളായിരിക്കണം സ്ഥാനാർത്ഥിയായി വരേണ്ടത്. എന്നാൽ കുറ്റ്യാടി ഡിവിഷനിൽപ്പെടാത്ത കായക്കൊടി പഞ്ചായത്തിലെ ആളെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കിയതെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് മത്സര രംഗത്ത് വന്നതെന്നും മനോജ് ചാലക്കണ്ടി പറഞ്ഞു. കുറ്റ്യാടി ഡിവിഷനിൽ പെടാത്ത കായക്കൊടി പഞ്ചായത്തിലെ പെട്ട പാർട്ടിയുടെ നേതാവാണ് ഇപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശത്ത് ഒരു ജനറൽ സീറ്റുണ്ട്, കായക്കൊടി ഡിവിഷനുണ്ട്, കുന്നുമ്മൽ ബ്ലോക്കിലെ കായക്കൊടി ഡിവിഷനുണ്ട്. അപ്പോൾ ആ ഡിവിഷൻ വിട്ട് കുറ്റ്യാടി ഡിവിഷനിൽ പെടാത്ത സ്ഥാനാർത്ഥി വന്നതിലുള്ള ഈ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരുടെ പ്രാദേശിക നേതാക്കന്മാരുടെ പ്രതിഷേധത്തിൻ്റെ ഫലമായി അതിൽ അമർഷം രേഖപ്പെടുത്താനാണ് എന്നോട് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടി കോൺഗ്രസ് ഓഫീസിൽ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.